അതുകൊണ്ട് നാളെയുടെ ഒരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കാത്തിടത്തോളം സൃഷ്ടാവിനെ കണ്ടെത്തുവാനും കഴിയില്ല എന്ന് തന്നെയാണ് സത്യം. എന്നാൽ നാളെ ഒരു ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്ത് നമുക്ക് തരുന്ന ദൈവത്തിനെ എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ കൈപ്പറ്റുമ്പോഴും നാളത്തെ ഒരു വിചാരമുണ്ടാകുമ്പോൾ ദൈവത്തിനെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. അതുപോലെ ഞാനിങ്ങനെ ഏകദൈവ വിശ്വാസത്തിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള മത തത്വങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാമിൽ എന്താണ് ഏകത്വത്തിന് പ്രത്യേകത? കാരണം ഇസ്ലാമിൽ ഏകത്വ വിശ്വാസം നിലനിൽക്കുകയും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ എല്ലാ ആചാരങ്ങളും കൂട്ടായ്മയോടെ നിർവഹിക്കുന്ന ഒരു കാഴ്ച. പലരും ഹജ്ജ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഹജ്ജ് ചെയ്യുകയും നമസ്കരിക്കുമ്പോൾ ഒരുമിച്ച് നമസ്കരിക്കുകയും എന്ത് പ്രാർത്ഥന നടത്തിയാലും അവർ ഒരുമിച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായപ്പോൾ ഒരു ഒത്തൊരുമയുടെ ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. പല ക്ഷേത്രങ്ങളിലും പല വിഗ്രഹങ്ങളിലും പ്രതിഷ്ഠിക്കുകയും അതിൽ ഒരു വിഗ്രഹത്തിനെ പൂജിക്കുന്നവൻ മറ്റൊരു വിഗ്രഹത്തിനെ പൂജിക്കാൻ പാടില്ല എന്ന് പോലുമുള്ള ഒരു വർഗീയമായ കാര്യം ഇന്നും ഹിന്ദുമതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു വിഗ്രഹത്തെ കാണുന്നവൻ ശിവവിഗ്രഹത്തെ കാണാൻ പാടില്ല എന്നും ശിവവിഗ്രഹമുള്ളിടത്ത് വിഷ്ണു വിഗ്രഹം വയ്ക്കില്ല എന്നും വാശി പിടിക്കുന്ന ഒരു കാര്യം കാണാൻ കഴിയും. അപ്പോ അവിടെയൊന്നും ഏകദൈവ വിശ്വാസമല്ല, മറിച്ച് പല ഇതിൽ കൂടെയും ഒന്നിലെത്തിക്കുന്നു എന്നുള്ള വിശ്വാസവും അവർക്കില്ല തന്നെ. കാരണം പലരും പ്രസംഗിക്കുമ്പോൾ പറയും, നാം കാണുന്ന എന്ത് പ്രവർത്തിച്ചാലും അത് ഏകനായ ഒരു ശക്തിയിൽ എത്തിക്കും എന്നുള്ള വിശ്വാസം എന്റെ കുടുംബത്തെ സംബന്ധിച്ചോളം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു സത്യാന്വേഷിയുടെ ആ മാർഗത്തിൽ നിന്ന് പല പുസ്തകങ്ങളും തിരയുകയും ആ പുസ്തകത്തിലെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്റെ വീട്ടുകാർക്ക് എന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം, RSS ശാഖയോട് നിന്നുള്ള ഒരു മാറ്റം, പിന്നെ ക്ഷേത്രത്തിൽ പോവാതെ അങ്ങനെ പല കാര്യങ്ങളിൽ നിന്നുള്ള വിട്ടുവീഴ്ച, അത് അവരിൽ സംശയമുണ്ടാക്കുകയും എന്നിൽ നിന്ന് പല പുസ്തകങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ആ പുസ്തകങ്ങൾ നശിപ്പിക്കുകയും പിന്നെ ഇതിലേക്ക് അടുപ്പിക്കാത്ത രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തു. അതിനിടയിൽ തന്നെ ഒരു പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നിന്ന സമയത്ത് വീട്ടിൽ നിന്ന് വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയും അവിടെ വെച്ച് വർദ്ധിക്കുകയും പിന്നെ വീടിന്റെ ഒരു കോണിൽ മാനസികമായുള്ള തളർച്ചയിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് പുറത്തു പോകുവാനോ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ പഠിക്കേണ്ടതെന്നോ ഒരു ഇതുമില്ലാത്ത രീതിയിൽ ഇസ്ലാമികമായ ചിന്തയെ വല്ലാതെ മനസ്സിനെ കോരികിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, കൂടുതൽ പഠിക്കണം. എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക? ഒരു വഴിയുമില്ല. അങ്ങനെ പല പ്രാവശ്യവും വീട്ടുകാരോട് പറഞ്ഞു നോക്കി, എനിക്ക് കൂടുതൽ പഠിക്കണം ഇസ്ലാമിനെ കുറിച്ച്. ഇസ്ലാമിലേക്ക് പോകുവാനല്ല, മറിച്ച് അതിന്റെ തത്വശാസ്ത്ര സംഹിതകൾ എന്താണെന്ന് പഠിക്കുവാനും അതിനെ എതിർക്കുവാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന്. ഇങ്ങനെ പലവിധമായ ബഹിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇനി ഒരിക്കലും ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല എന്ന രീതിയിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്തുകയും അതിലൂടെ ഹോസ്പിറ്റലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ സുഖം പ്രാപിച്ചു വരുന്ന അവസരത്തിൽ അവിടുത്തെ ഡോക്ടർ ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? അപ്പോൾ ഡോക്ടറോട് ഞാൻ കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ അയാളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ അലമാര സെൽഫുകൾ തുറന്നു കാണിക്കുകയും ചെയ്തു. അതിൽ നിറയെ ഇസ്ലാമിക പുസ്തകങ്ങൾ. അദ്ദേഹത്തിന്റെ പേര് ജോർജ് എന്നാണ്. അയാൾ ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയും ഈ അവസരത്തിൽ ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ തയ്യാറായ ഒരു ആളുമാണ്. അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള അദ്ദേഹം ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ അവസരത്തിൽ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും രീതിയിലാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്ത് വേണമെങ്കിലും സഹായം ചെയ്യാം, എങ്ങനെയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ പല മുസ്ലിം സുഹൃത്തുക്കളെ പരിചയപ്പെടുകയും അവരിൽ നിന്നുണ്ടായ കാര്യങ്ങൾ, അവരിൽ നിന്നുണ്ടായ ഒരു ഉന്മേഷക്കുറവ്, അവർ തന്നെ ഇസ്ലാമികരമായി നമസ്കരിക്കുവാനോ അല്ലെങ്കിൽ ഇസ്ലാമികരമായ ഒരു കാര്യങ്ങൾ ചെയ്യുവാനോ കൂട്ടാക്കാത്ത അവസ്ഥയിൽ എനിക്കും പിന്നെയും പഴയതിലേക്ക് പോകാനുള്ള ഒരു ആശ. കാരണം മുസ്ലിം സമൂഹം ഇങ്ങനെയാണ്. പലരോടും പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു, ഈ മതം അത്ര ശരിയൊന്നുമല്ല, നമ്മളും പോയിക്കൊണ്ടിരിക്കുന്ന ജ്യോതിഷാലയത്തിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെയാണ്. അപ്പൊ നമുക്ക് ശാശ്വതമായ ഒരു അടിത്തറ ഈ മതത്തിൽ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് ശാശ്വതമായ ഒരു മതം, നിങ്ങൾ നിൽക്കുന്ന മതം തന്നെയാണ്, അതിലേക്ക് പോവുകയാണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചു. കാരണം എന്റെ വീട്ടുകാരൻ എതിർപ്പും അതുപോലെ തന്നെ ഇത്തരം ബഹിഷ്കരണങ്ങളും വീട്ടിലെ അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്ക് പിന്നെയും തോന്നി, എന്തായാലും പഴയലേക്ക് തന്നെ തിരിച്ചു പോവാം. അങ്ങനെ എന്റെ ഒരു സുഹൃത്ത് ഷമീർ എന്നൊരു പയ്യൻ ഒരു സ്വഹാബികളുടെ ചരിത്രം കൊണ്ടുവന്നു. ആ ചരിത്രത്തിൽ ഇസ്ലാം ആശ്രയിക്കുന്ന ഓരോ സ്വഹാബിയും ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ടി വന്ന പീഡനങ്ങൾ, അവർ സഹിക്കേണ്ടി വന്ന കാര്യങ്ങൾ, അവർ നാളെയുടെ ജീവിതത്തിന് വേണ്ടി ലക്ഷ്യമിട്ട കാര്യം,
അപ്പോൾ അതെല്ലാം മനസ്സിൽ തറയ്ക്കുകയും വീണ്ടും പിന്നെയും ഇസ്ലാമിനെ വേണം എന്നുള്ളൊരു ആശ. അങ്ങനെ സത്യം കൂടുതൽ ഗ്രഹിക്കാൻ വേണ്ടി ഒരു ദിവസം നാട്ടിൽ നിന്ന് നാടുവിടുകയാണ് ഉണ്ടായത്. അങ്ങനെ കോഴിക്കോട് എത്തുകയും അവിടെ നിന്നൊരു സ്ഥാപനത്തിൽ നിന്ന് മതപഠനം തുടരുകയും ചെയ്തു. ആ അവസരത്തിൽ ഈ കേരളത്തിലെ വലിയ മതപണ്ഡിത പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന സുന്നി പ്രസ്ഥാനം, അതിന്റെ നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ വന്ന് കാണുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയും അങ്ങനെ ആ സമയം സ്വീകരിച്ച് ആ പ്രസ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്തു. കാരണം ഇസ്ലാം എന്തെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരം ആളുകളാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരെന്ന് കാണുകയും അവരുടെ വേഷ സംവിധാനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊള്ളുകയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അതിലേക്ക് കടന്നു പോവുകയും അവിടെ പോയപ്പോൾ എന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്നേക്കാൾ അതിനപ്പുറമായ അവസ്ഥ. എന്താണ് അവിടെ കാണുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. ആളുകൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ബിംബത്തിന് മുമ്പിൽ അവരുടെ കാര്യങ്ങൾ അർപ്പിക്കുകയെന്ന് ഒരു ബോധമുണ്ടെങ്കിൽ ഈ ആളുകൾ പറഞ്ഞ് ഇതിലൂടെ മറ്റൊന്ന് കണ്ടെത്തുമെന്ന് പറയുന്ന ആളുകൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള അപ്പുറമുള്ള കാര്യങ്ങൾ. അങ്ങനെ കേരളത്തിലൊട്ടാകെ ഒരു സിയാർത്ത് ടൂർ സംഘടിപ്പിക്കുകയും കാന്തപുരത്തിനോട് പല സിയാർത്ത് ടൂറുകൾ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് മക്ബറകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാന്തപുരത്തിനെ, ആ ഷേഖുന പല ഖബറുകളിലെയും തുണികൾ മുത്തുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരമൊരു മത ആചാര്യൻ ഏകദൈവ വിശ്വാസത്തിനെ കൂടുതൽ പ്രോത്സാഹനം ചെയ്യുന്ന ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി, കാരണം ഉണ്ടായിരുന്ന മതത്തിലേക്ക് ചിരിച്ചു പോയാൽ മതി എന്നൊരവസ്ഥ. കാരണം ഇത്തരത്തിലൊരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയില്ല. കാരണം അവിടെ കാണുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ നേർച്ചയും വഴിപാടും അതുപോലെ തന്നെ മനുഷ്യന്റെ പേരിൽ അർക്കപ്പെടുന്ന മൃഗങ്ങളും ഇവിടെ ഞാൻ കണ്ടതും പഠിച്ചതും അതുപോലെ തന്നെ വായിച്ച പുസ്തകങ്ങളിൽ ഒന്നും ഇല്ലാത്ത കുറെ ആശയങ്ങൾ. ഇതൊക്കെ അവരോട് ചോദിച്ചാൽ തരുന്ന മറുപടി ഇപ്പോഴൊന്നും പഠിക്കാറായിട്ടില്ല, ഇനി പഠിച്ചു വരുമ്പോൾ കിതാബ് ഓതി വരുമ്പോഴേ മനസ്സിലാവൂ, അതിനുശേഷം എല്ലാം തിരിയുള്ളൂ. അപ്പോ ചെറിയ ചെറിയ ഇസ്ലാമിലെ ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കപ്പെടുന്ന കാര്യങ്ങൾ പോലും ചോദിക്കുന്ന അവസരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്, പണ്ഡിതന്മാർ പറയുന്നതാണ് അനുസരിക്കേണ്ടത്. അപ്പൊ പിന്നെ മറ്റൊരു മതവും ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന രീതിയിൽ അവിടുന്ന് ഒരു ദിവസം നാട്ടിൽ നിന്ന് നാടുവിട്ട പോലെ അവിടെ നിന്ന് നാടുവിടേണ്ട അവസ്ഥ. അവിടെ നിന്ന് ഓടി അങ്ങനെ യഥാർത്ഥമായ ഇസ്ലാമിന്റെ തനതായ ആശയം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെത്തുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്റെ അവസ്ഥ. ഇതിൽ നിന്നും എന്റെ സഹോദരന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് അത് മാനുഷിക മൂല്യങ്ങളെ കൂടുതൽ ഉറപ്പുള്ളതാക്കുകയും നാളെ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളതുമായ ഒരു വസ്തുതയാണ്. എത്രയോ മനുഷ്യർ ഇതുപോലെ പല പ്രശ്നങ്ങളിൽ മുഴുകുന്നു. എന്നെ പോലെയല്ല, പല പ്രശ്നങ്ങളിലും അവർക്ക് സത്യദീനങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ പലവിധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴും മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു നീചമായ പ്രവൃത്തികളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥ കാണുമ്പോൾ ആ മനുഷ്യർക്ക് നിന്ന മതത്തിൽ തന്നെ തിരിച്ചു പോകാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതെ എന്റെ സുഹൃത്തുക്കൾ ക്യാമ്പസുകളിലുള്ള അമുസ്ലിങ്ങളുമായി സംസാരിക്കുകയും അവരോട് സത്യദീനന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അവരെ നേരായ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ നമ്മുടെ ജീവിതവും സുരക്ഷിതമായി, അവരുടെ ഭാവിയും സുരക്ഷിതമായി. കാരണം ഇത്തരത്തിലുള്ള ഒരു മറ്റു വേദഗ്രന്ഥങ്ങളും വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ കൂടുതൽ പ്രാവർത്തികമാക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. മറ്റു ഏതൊരു ആചാര്യം പറഞ്ഞ കാര്യങ്ങളും കൂടുതൽ അംഗീകരിക്കാത്ത സമൂഹത്തിനേക്കാളും മുഹമ്മദ് നബി പഠിപ്പിച്ചിരുന്ന ആദർശം കൂടുതൽ മനസ്സിലാക്കുന്ന ഇന്ന് നിലനിൽക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹമാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ എന്റെ സദസ്സിൽ അന്ന് എത്തിയിട്ടില്ലാത്തവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുന്ന പോലെ എന്റെ സുഹൃത്തുക്കൾ മറ്റുള്ളവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുക, അതിലൂടെ നമ്മുടെ ഭാവിയും സുരക്ഷിതമാക്കുക, മറ്റുള്ളവരുടെ ഭാവിയും സുരക്ഷിതമാക്കുക. ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.